നീ സംഗീതത്തിലോ നീ ഏത് പണ്ടാരത്തിലോ പോയി ചാവ്, നീ പണം ഉണ്ടാക്ക്. പക്ഷെ അത് സ്വന്തം ഖബറ് മാന്തിയിട്ടല്ല. മനസ്സിലായോ തനിക്ക്? അങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി താൻ ഇപ്പോ ചെയ്യുന്നത് ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന താനുണ്ടല്ലോ, താൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പണം ഉണ്ടാക്കുന്നത്, സമ്പാദിക്കുന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങളെ ഒറ്റുകൊടുത്ത് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ മറ്റുള്ള സംഘികളിൽ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ കാണും, നിനക്ക് പണം കിട്ടും. നമസ്കാരം. ഐവേഡ് മീഡിയ വീണ്ടും വിചാരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തെ ഒറ്റുകൊടുത്ത് സംഘികളെ സുഖിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പണം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരുത്തനുണ്ട്, അവന് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ അടുത്തിറങ്ങിയ എമ്പുരാൻ എന്ന സിനിമ, ആ സിനിമയെ സംഘികൾ പേടിച്ച് പലതരത്തിൽ ആ സിനിമയെ ഇല്ലാതാക്കാൻ, ആ സിനിമയുടെ ചരിത്രം ആളുകളുടെ ഇടയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് എമ്പുരാൻ ചിത്രത്തിലെ ചില രംഗങ്ങൾ വെട്ടിമാറ്റാൻ ശ്രമം നടത്തി. ചിത്രത്തിലെ നായകന്റെ ഉറ്റ സുഹൃത്തിനെ ഇവർ കണ്ടെത്തി. അങ്ങനെ ആ ചിത്രത്തിലെ നായകന്റെ സ്വന്തം സുഹൃത്ത് ഇടപെട്ട് ആ ചിത്രത്തിലെ ചില രംഗങ്ങൾ വെട്ടിമാറ്റുകയുണ്ടായി. തീർന്നില്ല. ചിത്രത്തിലെ ചില രംഗങ്ങൾ വെട്ടിമാറ്റുക മാത്രമല്ല, പിന്നീട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പീഡനങ്ങൾ. എന്തെന്ന് വെച്ചാൽ, ആ ചിത്രത്തിന്റെ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് വരെ എത്തിച്ചു. ഇവർ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും പീഡനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കഥ എഴുതിയവന്റെ വീട്ടിലേക്ക് എപ്പോഴാണ് ED വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, സത്യം വിളിച്ചു പറഞ്ഞാൽ അവർക്കെതിരെ ED ഇറക്കുക. എടോ ഫൈസൽ കാരാട്ട്, താൻ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കണം നീ. അല്ലാണ്ട് ഘോര മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒറ്റുകൊടുത്ത് സംഘികളെ സുഖിപ്പിച്ച് പണമുണ്ടാക്കി ജീവിച്ചാൽ മാത്രം പോരാ. താൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംഘികളുടെ പോരാട്ടം ഈ ചിത്രത്തിനെതിരെ, എമ്പുരാൻ എന്ന ചിത്രത്തിനെതിരെ, കാരണം സത്യങ്ങൾ പുറത്തു വരാൻ പാടില്ല, ആർക്കും അത് തിരിച്ചറിയാൻ പാടില്ല. ആ സംഭവം ഗോദ്രയിലും, ഗുജറാത്ത്, അതേപോലെ തന്നെ ഗോദ്ര, ഇവിടെ നടന്ന കലാപത്തെ കുറിച്ച് ആർക്കും ഒന്നും അറിയാൻ പാടില്ല. അതങ്ങനെ മൂടപ്പെട്ടു പോണം എന്നായിരുന്നു ഇവരുടെ എല്ലാം മനസ്സിൽ. ഒരു സുപ്രഭാതത്തിൽ അത് പൊന്തി വരികയാണ്. കാരണം സത്യം ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ചിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അതിന്റെ യാഥാർത്ഥ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന വ്യക്തി സംസാരിക്കുകയുണ്ടായി. കാരണം ഈ ചിത്രത്തിനെതിരെ ഇങ്ങനെ ഹേറ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിനെതിരെയാണ് ഈ ഫൈസൽ കാരാട്ട് നിലവിളിച്ചുകൊണ്ട് വരുന്നത്. കാരണം സംഘികൾക്ക് സപ്പോർട്ടുമായി വരികയാണ് ഈ ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ, ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തി. കാരണം അവൻ പറയുന്നത്, കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇവിടെ ഇറങ്ങിയില്ലേ, ആ സമയത്ത് അത് ഓട്ടരുത് എന്ന് പറഞ്ഞ ആളുകൾ എമ്പുരാൻ ഓട്ടണം, ഓടിക്കോട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്താണ് എന്നാണ്. കാരണം ഇവന് ബുദ്ധി വേണ്ടേ? ഈ ഫൈസൽ കാരാട്ട് എന്ന് പറയുവാൻ ഘോര പ്രസംഗിക്കുന്ന, ഘോര സംസാരിക്കുന്ന വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. എന്തിനും മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വീഡിയോകൾ. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണടാ ഫൈസൽ,
കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമല്ലാത്ത, സത്യസന്ധമല്ലാത്ത സ്റ്റോറികളാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന താൻ തന്റെ നെഞ്ചത്ത് കൈവച്ച് പറയടോ, ചോദിക്കടോ, തന്നോട് തന്നെ ചോദിക്ക്, കേരള സ്റ്റോറി സത്യമാണോ എന്ന്. ഒരു കേരള സ്റ്റോറിയും എമ്പുരാനിലെ കഥയും സ്റ്റോറിയും ഒരുപോലെയാണോ? എന്താണ് താൻ വലിയ സംഭവമാണ് എന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? തന്നോടാണ് ചോദിക്കുന്നത്. ഫൈസൽ കാരാട്ടി എന്ന് പറയുന്ന തന്നോടാണ് ഈ ചോദ്യം. താൻ പറ, നീ എന്താ വിചാരിച്ചേ? കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമയിൽ പറയുന്ന സബ്ജക്ട് സ്റ്റോറി പച്ചക്കള്ളമല്ലടോ. അങ്ങനെയാണോ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ? യഥാർത്ഥമായ സംഭവങ്ങൾ അത് തുറന്ന് ലോകം കാണണം, ലോകത്തെ ജനങ്ങൾ അത് അറിയണം. താൻ അതിനെയും ഇതിനെയും ഒരേപോലെ കമ്പയർ ചെയ്യുകയോ? നമുക്ക് ഫൈസൽ പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ദി കേരള സ്റ്റോറി തടയണമെന്ന് VD സതീശൻ. അല്ല സതീശ, ഇതല്ലേ ഭീഷണിപ്പെടുത്തല്? എന്നിട്ട് പറയാണ് എമ്പുരാൻ സിനിമക്ക് നേരെ ഭീഷണിപ്പെടുത്തുന്നത് തെറ്റ് എന്ന്. എമ്പുരാൻ സിനിമക്ക് നേരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? വിമർശനമാണ് ഉന്നയിച്ചത്. അത് സിനിമാക്കാർ അംഗീകരിച്ച് തെറ്റ് തിരുത്തുന്നതിൽ എന്തിനാണ് സതീശനൊക്കെ കുരുപൊട്ടുന്നത്? ഈ രണ്ട് സിനിമയോടും സതീശന്റെ ഒക്കെ നിലപാട് സകലരും തിരിച്ചറിയുക. ഇവൻ പറയുന്നത്, ഫൈസൽ കാരാട്ട് പറയുന്നത്, എമ്പുരാൻ ഓടിക്കുമ്പോൾ അതിന് കുരുപൊട്ടുന്നു എന്നുള്ളതാണ്. VD സതീശന് കുരുപൊട്ടി, മറ്റുള്ളവർക്ക് കുരുപൊട്ടി എന്നാണ്. എടാ ഫൈസലെ, എടാ യൂസ്ലെസ്, നിന്റെ വായ ഒരു ആന കയറിപ്പോവാൻ വലുപ്പം തുറന്നു വെച്ച് നീ ബഹളം ഉണ്ടാക്കിയിട്ട് ചൊറിഞ്ഞിട്ടോ നിനക്ക് കുരുപൊട്ടിയിട്ടോ ഒരു കാര്യമില്ല. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നീ പറയുന്നത് എന്താണ്? എമ്പുരാൻ ആരാണ് ഓടിക്കണ്ട എന്ന് പറഞ്ഞത്? അതിനെതിരെ ആരാണ് പ്രക്ഷോഭം നടത്തുന്നത് എന്നെല്ലാമാണ് താൻ പറയുന്നത്. എടോ, എമ്പുരാൻ മുറിച്ചു കളയണമെന്നും എമ്പുരാൻ ഓടാൻ പാടില്ല എന്നും എമ്പുരാൻ എതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നതും എമ്പുരാൻ പോയി കാണണ്ട എന്ന് പറയുന്നതെല്ലാം പിന്നെ നിന്റെ ഉപ്പൂപ്പാന്റെ ആളുകളാണ് തേണ്ടി. എന്താ നീ വിചാരിച്ചേ? പിന്നെ എമ്പുരാന് ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് പറഞ്ഞത് നിന്റെ ആരാണ്? നിന്റെ ബന്ധുക്കളാണോ? അതെ, നിന്റെ ബന്ധുക്കൾ തന്നെയാണല്ലോ അല്ലെ സംഘികൾ. പിന്നെ താൻ ഈ കേരള സ്റ്റോറിയും എമ്പുരാനും കൂടെ ഒരേപോലെ കാണുന്നത്? എടോ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ബജ്രംഗി എന്ന് പറയുന്ന ആ ബജ്രംഗി എന്ന് പറയുന്ന കഥാപാത്രത്തിന് കൊടുത്ത പേര് അദ്ദേഹം കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് തനിക്കറിയോ? ഒരു സ്ത്രീയെ, പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ ബലാത്കാരം ചെയ്ത് നശിപ്പിക്കുകയാണ്. ആ സ്ത്രീയുടെ 10, 13, 14 പേര് കുടുംബത്തിലെ ആളുകളെ കൊല്ലുക പോലെ ചെയ്തു. അതിദാരുണമായി കൊന്നു, കത്തിച്ചു കളഞ്ഞു. ഈ വീഡിയോ ഒന്ന് കേൾക്കടാ. ഇത് നിനക്ക് വേണ്ടിയിട്ടാണടാ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അയാൾ പറയുന്നത് കേൾക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ബാക്കി. पनपने नहीं चाहिए। मैं तो आज भी बोलता हूँ कि कुछ भी हो, लेडीज हो, बच्चे हो, कुछ भी हो, काटने से हो, कुछ मारो, काटो, जलाना छोड़ो। कैसा लगता है जब मारते तो कैसा मजा आता है? सब उसको मार के आके घर पे सो गए। फिर नरेंद्र भी हमारे को संदेशा भेजा, ठहर मैं अभी सेटिंग करता हूँ, अभी टाइम निकल गया है। फिर उन्होंने जज को भेजा, जज ने फाइल नहीं दी, कुछ नहीं, बोले जा रहे ग्रांटेड। तो उन्होंने जो 3 दिन का मोहलत दिया था, वो भी करना चाहो कर लो, 3 दिन के बाद में बंद कर दो, ये उन्होंने खुलेआम कहा था। और 3 दिन के बाद बोला जब बंद कर दो और सारा बंद हो गया। Not only enough, but excellent work they have done. Excellent work they have done within 72 hours. They have no right to talk about the internal matter of any government. അവൻ പറയുന്നത് കേട്ടോ? നീ ഹിന്ദിയിലാണ് പറയുന്നത്, തനിക്ക് മനസ്സിലായി കാണും. അല്ല, എവിടുന്ന് മനസ്സിലാവാനാ തനിക്ക്? അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരെയും കൊന്നു. മജ ആത്ത എന്നാ പറയുന്നത്. മജ ആത്ത എന്ന് പറഞ്ഞാൽ തനിക്ക് മനസ്സിലായോ? നല്ല സുഖമായിരുന്നു, നല്ല രസമായിരുന്നു എന്നാ പറഞ്ഞത്. മുസ്ലിങ്ങളെ, കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരെയും കൊന്നൊടുക്കി കത്തിക്കുക, ജലാദ എന്ന് പറഞ്ഞത്, ജലായ. യൂസ്ലെസ്.
കഴിവരുടെ മോനെ, സംഘികളെ പണം വാങ്ങി സംഘികളെ പറ്റിച്ച് മുസ്ലിങ്ങളെ ഒറ്റുകൊടുത്ത് ജീവിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ പണം ഉണ്ടാക്കുന്ന യൂസ്ലെസ് ഫിലോ ഫൈസൽ കാരാട്ടാണ് പോലും. എടാ, നിന്റെ പെങ്ങളെ, നിന്റെ തള്ളയെ, നിന്റെ ഭാര്യനെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആദ്യം അത് മനസ്സിലാക്കണടാ. അയാൾ പറഞ്ഞ വാക്കുകൾ നീ കേട്ടോ. കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരെയും കൊന്നു, കൊല വിളിച്ചു, കത്തിക്കും. അത് നമുക്കൊരു തമാശയാണ്, ഒരു സുഖമാണ്. എന്നിട്ട് പോയി കിടന്നുറങ്ങിയെന്നാ പറയുന്നത്. അങ്ങനെ ക്രൂരമായി ചെയ്തിട്ട് അയാൾ ചെയ്ത അയാളുടെ വായ കൊണ്ടാണ് അവിടെ നെറികെട്ടവനായി വിളിച്ചു പറയുന്നത് അയാൾ. പിന്നെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ, നീ കേരള സ്റ്റോറിയിൽ 30,000 പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി, ഹിന്ദു പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി എന്നാ പറഞ്ഞേ. അത് യഥാർത്ഥമാണോ? 30,000 ഹിന്ദു സ്ത്രീകളെ മുസ്ലിങ്ങൾ കൊണ്ടുപോയി സിറിയയിലേക്ക് കൊണ്ടുപോയി എന്നാ പറഞ്ഞ മതപരിവർത്തനം നടത്തിയിട്ട്. പിന്നെ 30,000 എന്നുള്ളത് 3,000 ആയി, പിന്നെ അത് 300 ആയി. എന്താണ്ടോ ഇതെല്ലാം സത്യാവസ്ഥയാണോ? കേരള സ്റ്റോറി എന്ന് പറയുന്നത് പച്ചക്കള്ളം പടച്ചുവിടാൻ വേണ്ടി കേരളത്തിലുള്ള ജനങ്ങളെയും മറ്റുള്ള ജനങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ചെയ്ത കള്ളപ്രചാരണം നടത്തിയ സിനിമയ്ക്ക് താൻ കൂട്ടു നിൽക്കുകയോ, താൻ സപ്പോർട്ട് ചെയ്യുകയോ? അതേപോലെയാണോ എമ്പുരാൻ? തനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാത്തിനും അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. യൂസ്ലെസ്. സത്യമായിട്ട് പറയാൻ കഴിയണടാ. എന്നിട്ട് നീ പണം സമ്പാദിക്കുക. ഇതാണോ ഒരു സോഷ്യൽ മീഡിയ കയ്യിലുണ്ട്, ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കയ്യിലുണ്ട് എന്ന് കരുതി അനാവശ്യമായി വേണ്ടാത്തത്, ഇല്ലാത്ത സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ് അതിന് സപ്പോർട്ട് കൊടുക്കുന്നത്? മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് സത്യം വിളിച്ചു പറ. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ അങ്ങനെ ഒരു സിനിമ പുറത്തു കൊണ്ടുവന്നു, പുതിയ ജനങ്ങൾക്ക് അതിനെ തിരിച്ചറിയാൻ കഴിയുമ്പോ അത് ചെയ്ത ആളുകളെ പീഡിപ്പിക്കുക, ഭരണം വെച്ചിട്ട്. കേന്ദ്ര ഭരണവും കയ്യിലുണ്ട് എന്ന് കരുതി ഭീഷണിപ്പെടുത്തി അതിനെ നിരുത്സാഹപ്പെടുത്തുക. അതിനെതിരെ റെയ്ഡും മറ്റുള്ള കാര്യങ്ങളും കേസും കൂട്ടമായി നടക്കുക. എന്നിട്ട് തന്നെ പോലെയുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുക. നെറികെട്ട പണം ഉണ്ടാക്കി നെറികെട്ട കാര്യങ്ങൾ ചെയ്ത തന്നോടൊക്കെ എന്ത് പറയാൻ? ഫൈസൽ കാരാട്ടാണ് പോലും. ഫൈസൽ പോടാ നീയല്ലാമേ. നീ സംഗീതത്തിലോ നീ ഏത് പണ്ടാരത്തിലോ പോയി ചാവ്, നീ പണം ഉണ്ടാക്കി. പക്ഷെ അത് സ്വന്തം കബറ് മാന്തിയിട്ടല്ല. മനസ്സിലായോ തനിക്ക്? അങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി താൻ ഇപ്പോ ചെയ്യുന്നത്, ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന താനുണ്ടല്ലോ, താൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ പണം ഉണ്ടാക്കുന്നത്, സമ്പാദിക്കുന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങളെ ഒറ്റുകൊടുത്ത് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ മറ്റുള്ള സംഘികളിൽ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിന്റെ വീഡിയോ കാണും, നിനക്ക് പണം കിട്ടും. അതല്ലേ? ഒരു വീഡിയോ എത്ര ഓടിയാൽ അത്രയും നിനക്ക് ലാഭമാണ്. അതിന് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചിട്ട് ഇന്ന് ഒരു പ്രയോജനമില്ല. ഒരു മുസ്ലിമായ നീ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ അത് സംഘികൾക്ക് അറിയാം. അത് കണ്ട് നിനക്ക് പണം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ എത്ര കാലം നീ ഇങ്ങനെ തുടരും? എത്ര കാലം ഇങ്ങനെ പണം ഉണ്ടാക്കും? നിനക്കും ഒരു കാലം വരും. മനസ്സിലായില്ലേ? നീ അനുഭവിക്കും. അപ്പോൾ നിനക്ക് തിരിച്ചറിയാം. ഒരു പ്രഗ്നന്റായ സ്ത്രീയെയും അവരുടെ കുടുംബക്കാരെയും മറ്റുള്ള എത്രയോ ജനങ്ങളെയും കത്തിച്ച് ചാമ്പലാക്കി ചുട്ടുകൊന്ന് ഇപ്പോ ഭരണത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് അറിയുമോ? ആ കേസുകൾ പ്രതിയായ ആളുകളാണ് രാജ്യം ഭരിക്കുന്നത് പോലും. എന്നിട്ടും ഞമ എന്ന് പറയുക. തായോളി. ജനങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം. ഗുജറാത്ത് കലാപം, ഗോദ്ര കലാപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മുസ്ലിങ്ങൾ ചെയ്തതാണ് എന്ന് ഒരിക്കലും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഒരു കോടതിക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അത് ചെയ്തത് ആരാണ് എന്ന് വളരെ വ്യക്തമാണ്. അത് എല്ലാവർക്കും അറിയാം. ഈ സിനിമ, ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയിട്ട് ആർക്കൊക്കെയാണോ വേദനിക്കുന്നത്, അവർ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഹിന്ദുക്കൾക്കെതിരല്ല, ആർക്കും എതിരല്ല. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും നല്ലവരായ മനുഷ്യർ ഒറ്റക്കെട്ടായി സുഖത്തോടെ സമാധാനത്തോടെ നല്ല സൗഹൃദത്തോടെ കൂടി ജീവിക്കണം. അതാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെ ആവണം ഇന്ത്യ. പക്ഷേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളെ പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് ചിലർ ഹിന്ദു എന്ന് പറഞ്ഞ്, ഹിന്ദുവിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ
നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഒരിക്കലും ഹിന്ദുക്കളെ സ്നേഹിച്ചല്ല. ഇത്തരക്കാർ അവരുടെ ലാഭത്തിന് വേണ്ടി ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിന് ഇവർ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും, നല്ലവരായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇവർ കൊന്നൊടുക്കും. യാതൊരു സംശയവും വേണ്ട. അതിന് ഇത്തരം ജൂദാസുകളെ നാം തിരിച്ചറിയണം. നന്ദി, നമസ്കാരം.